കണ്ണൻ്റെയും രാധയുടെയും കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാ ഗോപിന്മാർക്കും കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പോൾ രാധാറാണിയുടെ കഥകളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയായെന്ന് തോന്നുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ നമുക്ക് വീണ്ടും രാധാറാണിയുടെ കഥകളൊക്കെ കേൾക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത് എന്താണ്? രാധാറാണിയും അയനുമായിട്ടുള്ള വിവാഹമൊക്കെയാണ്. അങ്ങനെ രാധാറാണി അയനെ വിവാഹം കഴിച്ച് അപ്പോൾ ഈ അയൻ എന്ന് പറയുന്നത് കംസൻ്റെ സേനയിലെ ഒരംഗമാണ് അയൻ എന്ന് പറയുന്നത്. അപ്പോൾ അയന് തിരിച്ചെന്ത് ചെയ്യണം? മധുരയ്ക്ക് പോകണം. അപ്പോൾ അയനും കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഈ രാധയും കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പൊക്കെ അയന് നന്നായിട്ട് അറിയാം. കാരണം യശോദാദേവിയുടെ, കണ്ണൻ്റെ വളർത്തമ്മയായ യശോദയുടെ റിലേറ്റീവ് ആണല്ലോ ഈ അയൻ എന്ന് പറയുന്നത്. അപ്പോൾ അയനും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയൻ ചിന്തിക്കുകയാണ്, രാധയെ ഇനി ഇവിടെ നിർത്തിയിട്ട് പോകണ്ട. കാരണം അവർ തമ്മിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇനി വീണ്ടും ഇവർ കണ്ടുമുട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാധാറാണിയെ ഇനി ഇവിടെ നിർത്തണ്ട. താൻ പോകുന്ന കൂട്ടത്തിൽ മധുരയ്ക്ക് രാധാറാണിയെയും കൊണ്ടുപോകാനായിട്ട് അയൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരവസരത്തിലാണ് അയൻ്റെ അമ്മയായ ജഡില രാധാറാണിയോട് പറയുന്നത്, അതായത് പിന്നെ ഈ രാധാറാണിയുടെ തന്നെ സഖിയായിട്ടുള്ള ചന്ദ്രാവലി, ആ ചന്ദ്രാവലി ഗൗരി പൂജ ചെയ്യുകയും അതിലൂടെ അവൾക്ക് അവളുടെ ഭർത്താവായ ഗോവർദ്ധനമല്ല എന്ന് പറയുന്ന ഗോപന് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അവർ വളരെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് രാധാറാണി എന്ത് ചെയ്യണം? ഈ അയന് വേണ്ടിയിട്ട് ഗൗരി പൂജ ചെയ്യണം. എന്നിട്ട് അവർക്കും സാമ്പത്തികമായ നേട്ടമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഗൗരി പൂജ ചെയ്യണമെന്ന് ജഡില രാധാറാണിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് പ്രകാരം രാധാറാണി എന്ത് ചെയ്യുന്നു? ഈ ഗൗരി പൂജയ്ക്കായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗൗരി പൂജയ്ക്കായിട്ട് രാധാറാണി പോകുമ്പോൾ അപ്പോൾ നമ്മുടെ കൃഷ്ണൻ അല്ലേ, എന്താണ് പറയുക, ഇപ്പോൾ ഈ മധുരം എവിടെ ഉണ്ടെന്ന് ഉറുമ്പിന് നന്നായിട്ട് അറിയാം അല്ലേ. മധുരം എവിടെ ഇരിക്കുന്നത്, അത് എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചാൽ ഉറുമ്പ് അത് കണ്ടുപിടിക്കും എന്ന് പറയുന്നത് പോലെയാണ് രാധാറാണി വീടിന് പുറത്തോട്ടിറങ്ങിയാൽ ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തിയിരിക്കും രാധാറാണിയെ കാണാനായിട്ട്. അങ്ങനെ രാധാറാണി എന്ത് ചെയ്യാണ്? അവിടെ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിന്നും ഈ പൂജയ്ക്ക് ആവശ്യമായ പൂക്കളൊക്കെ ഇറുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് രാധാറാണിയുടെ മുന്നിൽ ചാടി നിന്ന് രാധാറാണിയുടെ വഴി തടയും. അപ്പോൾ ഇത് കാണുമ്പോൾ രാധാറാണിക്ക് കൃഷ്ണനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നോക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാൻ രാധാറാണിക്ക് പറ്റത്തില്ല. കാരണം എന്താണ്? മറ്റുള്ളവരുടെ കണ്ണിൽ രാധാറാണി ഇപ്പോൾ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ നിയമങ്ങളെയൊക്കെ രാധാറാണിക്ക് അനുസരിച്ചേ മതിയാകൂ. അപ്പോൾ രാധാറാണി എന്ത് ചെയ്യും? കൃഷ്ണന് ഉള്ളിൽ സ്നേഹമാണ്, സന്തോഷമാണ്. കണ്ടത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ മുഖത്ത് ദേഷ്യമൊക്കെ നടിച്ചിട്ട് രാധാറാണി കൃഷ്ണനെ വഴക്കു പറയും. കൃഷ്ണ, നീ എന്നോട് പഴയതുപോലെ കളിക്കാനൊന്നും വന്നിരിക്കരുത്. ഞാനിപ്പോൾ മറ്റൊരാളുടെ പത്നിയാണ്. നീ ഇനി എന്നെ കാണാനായി വരരുത്. മറ്റുള്ളവർ കണ്ടാൽ അത് മോശമാകും എന്നൊക്കെ രാധാറാണി കൃഷ്ണനോട് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ കള്ളച്ചിരി അങ്ങോട്ട് ചിരിച്ചിട്ട് പറയും, രാധേ, നീ എൻ്റെ മാത്രം പ്രാണപ്രിയയാണ്. അത് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നീ എൻ്റെ മാത്രമാണ്. അപ്പോൾ രാധാറാണി പറയും, കൃഷ്ണ, അതൊക്കെ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ ഞാൻ മറ്റൊരാളുടെ പത്നിയാണ്. എനിക്കിപ്പോൾ സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. ഗൗരി പൂജയ്ക്ക് സമയമായി. അതുകൊണ്ട് നീ വഴിമാറൂ. ഞാൻ ഈ പുഷ്പങ്ങളൊക്കെ ഇറുത്തുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞ് രാധാറാണി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ കൃഷ്ണനും എന്ത് ചെയ്യുന്നു? ഈ പൂക്കൾ ഇറുത്തു കൊടുക്കാൻ രാധാറാണിയെ സഹായിക്കുന്നു. അങ്ങനെ ആ
ത്തോണ്ടിരിക്കുമ്പോഴാണ് അതുവഴി ചന്ദ്രാവലിയുടെ തോഴിയായ പത്മ നടന്നു വരുന്നത്. അപ്പോൾ ഈ പത്മ നോക്കുമ്പോൾ രാധാറാണിയുടെ കൂടെ ആരുണ്ട്? കൃഷ്ണനുണ്ട്. അപ്പോൾ ചന്ദ്രാവലിയും ആരെ പ്രണയിക്കുന്നുണ്ട്? കൃഷ്ണനെ. അപ്പോൾ ഇവരെ അമ്മീ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ട് ഈ ചന്ദ്രാവലിയും ചന്ദ്രാവലിക്ക് രാധയോട്. അപ്പോൾ ഉടനെ തന്നെ അതായത് രാധയുടെ കൂടെ കൃഷ്ണൻ ചെലവഴിക്കുന്നത് ചന്ദ്രാവലിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ പത്മ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ രാധയ്ക്ക് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പത്മ ചെന്ന് രാധാറാണിയുടെ ഭർത്താവായ അയനോട് പറയുകയാണ്, അയൻ, നിങ്ങളുടെ പത്നിയെ ഞാൻ കൃഷ്ണനോടൊപ്പം കണ്ടു, ആ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ ഇറുക്കുന്നത് കണ്ടു, എന്നിട്ട് അവരൊരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് ഈ പത്മ വന്ന് അയനോട് പറയുകയാണ്. അപ്പോഴേക്കും അതിന് ഭയങ്കരമായ ദേഷ്യം വന്നു. കാരണം ഒരു നവവധുവായിട്ടുള്ള പെൺകുട്ടിയാണ്, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് എന്ത് ചെയ്യുന്നു? അവള് അന്യപുരുഷൻ്റെ കൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അയൻ ആൾക്കാരെയൊക്കെ കൂട്ടും, ഗ്രാമവാസികളെയൊക്കെ കൂട്ടിയിട്ട്, കുറച്ച് പേരെ കൂട്ടിയിട്ട് അവരൊരുമിച്ച് ഈ ഗൗരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ അപ്പോൾ ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? പൂക്കളൊക്കെ ഇറുത്ത് കൊടുത്തിട്ട് രാധ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എവിടെ എത്തി? ഈ ഗൗരി ദേവിയുടെ ആ ക്ഷേത്രത്തിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഗൗരി ദേവിയെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച്, ആ വേഷമൊക്കെ ധരിച്ച് ഗൗരി ദേവിയുടെ ആ സ്ഥാനത്ത് ആര് നിന്നു? ഗൗരി ദേവിയുടെ വിഗ്രഹം ഇരിക്കേണ്ട ആ സ്ഥാനത്ത് ആര് നിന്നു? കൃഷ്ണൻ നിന്നു. ഇപ്പം കണ്ട സാക്ഷാൽ ഗൗരി ദേവിയാണെന്നേ പറയുകയുള്ളൂ. അങ്ങനെ അപ്പോൾ രാധ അവിടേക്ക് വരുന്നു. രാധ അറിയുന്നില്ല, കൃഷ്ണൻ പൂക്കളൊക്കെ ഇറുത്ത് തന്നിട്ട് എങ്ങോ പോയി എന്നാണ് രാധ വിചാരിക്കുന്നത്. അപ്പോൾ രാധാറാണി എന്ത് ചെയ്യുന്നു? ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. എന്നിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് കൃഷ്ണനെ പൂജിക്കുകയാണ്. ഗൗരി ദേവിയായിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനെ രാധാറാണി പൂജിക്കുകയാണ്. അപ്പോൾ ഈ സമയം അയൻ എന്ത് ചെയ്യും? ഗ്രാമവാസികളുമായിട്ട് അവിടെ എത്തും. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ കൃഷ്ണനും ഇല്ല, ആരുമില്ല. രാധാറാണി എന്ത് ചെയ്യുന്നു? ഗൗരി ദേവിയെ പൂജിക്കുന്നു. അപ്പോൾ അതിന് മനസ്സിലാകും ഇത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. അപ്പോൾ ഈ വിഗ്രഹത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ ആ ശബ്ദം അതിങ്ങനെ പറയും, അയൻ, നിനക്കൊരു മഹാവിപത്ത് വരുന്നു എന്ന് ആ വിഗ്രഹത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ നീ വൃന്ദാദേവിയോട് ചോദിക്കൂ എന്നാണ് ആ വിഗ്രഹത്തിൽ നിന്നും വരുന്ന ആ ഒരു ശബ്ദം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയനാകെ ഭയവും. കാരണം ദേവിയാണ് പറഞ്ഞിരിക്കുന്നത് തനിക്കൊരു വലിയ വിപത്ത് വരുമെന്ന്. അപ്പോൾ അയനാകെ പരിഭ്രമമായിട്ട് അയൻ വന്നിട്ട് എന്ത് ചെയ്യും? വൃന്ദാദേവിയോട് ചോദിക്കും, ഇങ്ങനെ ഗൗരി ദേവിയുടെ വിഗ്രഹത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി. അപ്പോൾ അതെന്താണ്? അപ്പോൾ വൃന്ദാദേവിയോട് ചോദിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൃന്ദാദേവി പറയൂ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വൃന്ദാദേവി പറയും, അയൻ കംസ മഹാരാജാവ് 2 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ശിരസ് ഛേദിക്കും. അത് കേൾക്കുമ്പോൾ അയനാകെ ഭയമാകും. കാരണം ദേവിയല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാധാദേവിക്കും ഭയമാകും. രാധാദേവി ഉടനെ ഗൗരി ദേവിയോട് പ്രാർത്ഥിക്കും, അമ്മേ, എൻ്റെ ഭർത്താവിന് ആപത്തൊന്നും വരുത്താതെ ആപത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കണേ. ഒരു കുലവധുവിൻ്റെ ധർമ്മമാണ് രാധാദേവി അവിടെ സ്വീകരിച്ചത്. അപ്പോൾ അമ്മേ, എൻ്റെ ഭർത്താവിനൊരു ആപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് രാധാദേവി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗൗരിദേവി പറയും, ശരി, അവനെ ആ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം, നീ നിത്യവും വന്ന് എന്നെ ഇവിടെ പൂജ ചെയ്യണം, എനിക്കുള്ള പൂജ മുടക്കാൻ പാടില്ല. അപ്പോൾ രാധാദേവി അത് സമ്മതിക്കും. എന്നിട്ട് രാധാദേവി അനുവാദത്തിന് വേണ്ടിയിട്ട് അയൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അയനും സമ്മതമാണ്. അയനും പറഞ്ഞു, അങ്ങനെ ചെയ്തോളൂ എന്ന്. കാരണം തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അയനും അത് സമ്മതിക്കും. അങ്ങനെ എന്താണ് അവിടെ? രാധാദേവിയെ മധുരയിൽ കൊണ്ടുപോകുന്നതിൽ നിന്നും ഭഗവാൻ അയനെ തടയുകയാണ് ചെയ്തത്.
അങ്ങനെ രാജ്യത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻ രാധാറാണിക്ക് വേണ്ടിയിട്ട് ഗൗരി ദേവിയായിട്ട് നിന്ന ആ കഥ. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ കൃഷ്ണൻ ദേവീ രൂപം ധരിക്കുന്നുണ്ട്. അത് മറ്റൊരിക്കൽ ഇതേപോലെ മറ്റൊരവസരത്തിൽ രാധാദേവിയും സഖിമാരും ഒക്കെ സൂര്യപൂജയ്ക്കായിട്ട് പോകാനൊരുങ്ങുകയാണ്. അപ്പോൾ ഈ സൂര്യപൂജയ്ക്കായിട്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അതാ മനോഹരമായിട്ടുള്ള ഒരു വേണുവിൻ്റെ ശബ്ദം. അത് രാധ ഇങ്ങനെ കാതുകൾ കൂർപ്പിച്ച് നോക്കിയപ്പോൾ രാധേ രാധേ എന്നാണ് വിളിക്കുന്നത്. ആ പുല്ലാങ്കുഴൽ ഉപയോഗിച്ച് ഭഗവാൻ കൃഷ്ണൻ ആരെ വിളിക്കുകയാണ്? തൻ്റെ പ്രാണസഖിയായ രാധേ. ആ പുല്ലാങ്കുഴലിൻ്റെ നാദം രാധേ രാധേ എന്നാണ്. അത് രാധാറാണിക്ക് മാത്രമാണത് മനസ്സിലാവുന്നത്. അപ്പോൾ രാധാറാണിക്ക് ഭയങ്കര സന്തോഷമായി. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ എവിടെയോ ഉണ്ട്, തന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ രാധാറാണി പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാകും, മധുര പലഹാരങ്ങളുണ്ടാകും കണ്ണന് വേണ്ടിയിട്ട്. എന്നിട്ട് രാധാറാണി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങും. അപ്പോൾ രാധാറാണി അണിഞ്ഞൊരുങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാധാറാണി നന്നായിട്ട് സഖിമാർ രാധാറാണിയെ നന്നായി അണിയിച്ചൊരുക്കും. അപ്പോൾ ഇതേ സമയം വൃന്ദാവനത്തിലെ ഒരു കുഞ്ചത്തിൽ വൃന്ദാദേവി രാധാകൃഷ്ണന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പൂക്കളൊക്കെ കൊണ്ട് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൃഷ്ണൻ എന്ത് ചെയ്യുകയാണ്? രാധാറാണിയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാധാറാണിയും സഖിമാരും കൂടി എങ്ങോട്ടേക്ക് വരും? ഈ കുഞ്ചത്തിലേക്ക് വരും. അപ്പോൾ ഈ കുടില, ഈ അയ്യൻ്റെ പെങ്ങളായ കുടില രാധാറാണി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. രാധാറാണി കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേ കൈയോടെ പിടികൂടണം. എന്നിട്ട് അയന് കാണിച്ചു കൊടുക്കണം. അയന് താൻ പറഞ്ഞിട്ടൊന്നും വിശ്വാസമില്ല. അപ്പോൾ അത് അയൻ്റെ കണ്ണി കണ്ടാലേ അയൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയന് കൈയോടെ പിടിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഈ കുടില എന്ത് ചെയ്യും? രാധാറാണി എവിടെയെങ്കിലും പോയാൽ അവരറിയാതെ പിന്തുടരും. അപ്പോൾ അങ്ങനെ ഈ രാധാറാണിയും സഖിമാരും സൂര്യപൂജയ്ക്കായിട്ട് പോയപ്പോൾ കുടില അവരറിയാതെ ഇവരെ പിന്തുടരുകയാണ്. അങ്ങനെ ഇവർ എത്തിച്ചേരുന്നത് ആ കുഞ്ചത്തിലാണ്. അവിടെ കൃഷ്ണൻ്റെ ഇടത് ഭാഗത്തായിട്ട് രാധാറാണിയെ സഖിമാരിരുത്തും. എന്നിട്ട് രണ്ടുപേർക്കും ഈ അവരുടെ ദേഹത്ത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അവരെ മാലകളൊക്കെ ഇട്ട് രണ്ടുപേരെയും നല്ല രീതിയിൽ അണിയിച്ചൊക്കെ ഒരുക്കും. അപ്പോൾ ഇങ്ങനെ ഇവർ കുഞ്ചത്തിലിരിക്കുന്ന സമയത്ത് ഈ കുടിൽ വന്നിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് ആ കുഞ്ചത്തിനകത്തേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുണ്ട്? കൃഷ്ണനുണ്ട്. കൃഷ്ണനും രാധയും അടുത്തടുത്തിരിക്കുന്നു. അപ്പോൾ കുടില ഇത് തന്നെ അവസരം. കുടില എന്നിട്ട് അയനോട് പറയും, അയൻ, ഞാൻ പറയുമ്പോൾ നിനക്ക് വിശ്വാസം ഇല്ലല്ലോ അവർ തമ്മിൽ കാണുന്നുണ്ടെന്ന്. ഇപ്പം നീ ആ വൃന്ദാവനത്തിലെ ആ കുഞ്ചത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ രാധയും കൃഷ്ണനും ഒരുമിച്ചിരിപ്പുണ്ട്. നിനക്കിപ്പോൾ അവരെ കൈയോടെ പിടികൂടാം. അപ്പോൾ അതിന് വീണ്ടും ഭയങ്കര ദേഷ്യം വരും. എന്നാൽ ഇന്ന് തന്നെ രണ്ടുപേരെയും കൈയോടെ പിടികൂടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അയൻ കയ്യിലൊരു കമ്പമൊക്കെ കരുതിയിട്ട് ഈ കുടിലയും എനിക്ക് കാണിച്ചു തരാൻ പറയും. ഇനി ഈ കുടിലയായിട്ട് അയനിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ ഈ സമയം രാധാറാണിക്ക് ഒരുപാട് ഇടയ്ക്കിടയ്ക്കല്ലേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കണ്ണനോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കണ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം ഒന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വൃന്ദാദേവി ഇവർക്ക് കാവലുണ്ട്. അപ്പോൾ ദൂരെ നിന്നും അയനും കുടിലയും വരുന്നത് കാണുമ്പോൾ വൃന്ദാദേവി കൃഷ്ണനെ വിവരം അറിയിക്കും. കൃഷ്ണ, ദാണ്ടേ കുടിലയും അയനും ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേന് രാധാറാണിക്ക് ഭയങ്കര പരിഭ്രമവും. കാരണം ഇവിടെ വെച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നിനി നോക്കണ്ട, അയൻ തന്നെ വീടിന് പുറത്താക്കും. അപ്പോൾ രാധാറാണി പറഞ്ഞു, കണ്ണാ, എനിക്കിനി ജീവിക്കേണ്ട കണ്ണ, ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് ഞാൻ എൻ്റെ ജീവത്യാഗം ഞാൻ ചെയ്യും.
എന്ന് രാധാറാണി പറയും. കണ്ണൻ പറയും, ആ എൻ്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ആരെയും ഞാൻ മരിക്കാൻ സമയമാകുന്നത് വരെ മരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. സമയമാകുമ്പോൾ എല്ലാവരും മരിച്ചേ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് മരിക്കാനായിട്ട് ഞാൻ എൻ്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടിയ ആരെയും ഞാൻ അനുവദിക്കത്തില്ല. രാധേ, നീ പരിഭ്രമിക്കാതിരിക്കും. നീ ഒരു കാര്യം ചെയ്യുക, നീ കാളി പൂജയ്ക്ക് തയ്യാറെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് കണ്ണൻ പെട്ടെന്ന് 4 കൈകളോടുകൂടിയ നാക്ക് പുറത്തേക്ക് നീട്ടിയ ആ കാളീദേവിയായി മാറുകയാണ്. അപ്പോൾ നല്ല ചുവന്ന പട്ടുസാരിയൊക്കെ ചുറ്റിയ കാളീദേവി. അപ്പോൾ ഈ അയൻ എന്ന് പറയുന്നത് കാളീദേവിയുടെ ഒരു ഭക്തനാണ്. അപ്പോൾ അയനും കുടിലയായിട്ട് ഇവിടെ വരുമ്പോൾ കാണുന്ന എന്താണ്? രാധാറാണി കാളീദേവിയെ പൂജിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അയന് കുടിലയോട് ദേഷ്യം വരും. എന്നിട്ട് കുടിലയോട് പറയും, ഇനി എൻ്റെ നല്ലവളായ പത്നിയെ കുറിച്ച് നീ എന്തെങ്കിലും അപവാദം പറഞ്ഞെന്നറിഞ്ഞാൽ അന്നേരം ഞാൻ നിന്നെ വീടിന് പുറത്താക്കും. ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാധാറാണിയോട് പറയും, രാധേ, ഞാൻ പലരുടെയും വാക്ക് കേട്ടിട്ട് നിന്നെ സംശയിച്ചു. പക്ഷേ രാധേ, എനിക്കിപ്പോൾ വിശ്വാസമായി. അപ്പോൾ നീ എന്ത് ചെയ്യുക? കാളി പൂജ തുടർന്നുകൊള്ളുക. കാളീദേവി എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഈ കാളി പൂജ തുടർന്നുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അയൻ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ കുടിലയും നിരാശയായി മടങ്ങുകയാണ്. ഈ കൃഷ്ണൻ ഇത് എവിടെ പോയി? അന്നേരം കൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ആലോചിച്ച് കുടിലയും മടങ്ങുകയാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം രാധാകൃഷ്ണന്മാർ പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു. പിന്നെ സഖിമാരെല്ലാവരും ചേർന്ന് ഇവരെ പൂക്കൾ കൊണ്ട് പൂമാല്യങ്ങളൊക്കെ ചാർത്തി ഒരു ഊഞ്ഞാലിലിരുത്തി ഇവരെ ആട്ടുന്നു. അങ്ങനെ ഇവർ വളരെ ആഹ്ലാദകരമായ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ വീണ്ടും കാലികളെയൊക്കെ ഇനി തിരിച്ചെന്ത് ചെയ്യണം? വീട്ടിലേക്ക് കൊണ്ടുപോകണം. രാധാറാണിക്ക് സൂര്യപൂജ ചെയ്യണം. അങ്ങനെ രാധാറാണിയും സഖിമാരും സൂര്യപൂജ ചെയ്യാനായിട്ട് പോകുന്നു. കണ്ണൻ കാലികളെയൊക്കെ മേയ്ക്കാനായിട്ടുമൊക്കെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞാലും രാധാറാണിയും കണ്ണനും പരസ്പരം കണ്ടുമുട്ടുകയാണ്. കാരണം അവർക്ക് കാണാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അവർ എന്താണ്, ഒരു പ്രാണനും 2 ശരീരവുമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് കണ്ണൻ കാളിയായി. നോക്കൂ, തൻ്റെ ആ ഒരു പ്രാണപ്രേയസിയായിട്ടുള്ള തൻ്റെ പ്രിയതമയായ രാധാറാണിക്ക് വേണ്ടി കണ്ണൻ ഇനിയും എത്ര വേഷങ്ങൾ കെട്ടുന്നുണ്ടെന്നറിയാവോ? അതിൽ അങ്ങനെ രാധാറാണിയെ കാണാൻ വേണ്ടി ഭഗവാൻ കെട്ടിയ വേഷങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ദേവീ സ്വരൂപം എന്ന് പറയുന്നത്. ഇനിയും ഭഗവാൻ രാധാറാണിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വേഷങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ കഥകളും ഒരുപാട് ചാനലുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. എന്നാലും ഇങ്ങനെയുള്ള ഭക്തിപരമായ കഥകളുടെയും ഇതൊക്കെ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. അതേസമയം ഒരു സെലിബ്രിറ്റി അവരുടെ കുടുംബകാര്യങ്ങളോ അവരുടെ ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ കാര്യമല്ല പറയുന്നത്, കാരണം ഞാൻ അത്ര നന്നായിട്ട് കഥ പറയാനൊന്നും അറിയുന്ന ആളല്ല. എനിക്കറിയാവുന്ന കഥ എൻ്റേതായ ശൈലിയിൽ പറയുന്നു. ഇതിനേക്കാൾ മനോഹരമായിട്ട് കഥ പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. കാരണം ഏറ്റവും നല്ല ആൾക്കാരുടെ വീഡിയോ പോലും ഒരു 10,000 പിന്നെ കുറേ 1-2 വർഷങ്ങളൊക്കെ കൊണ്ടാണ് അത് 40,000-ഉം 50,000-ഉം ഒക്കെ ആയി മാറുന്നത്. അതേസമയം ഒരു സെലിബ്രിറ്റി അല്ലെ ഏതെങ്കിലും അല്ലാതുള്ള ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭൗതികമായ കാര്യങ്ങളിലാണ് താല്പര്യം കൂടുതൽ, ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വളരെ കുറവാണ്. അപ്പം നമ്മളത് എന്ത് ചെയ്യണം? ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം
വർദ്ധിപ്പിക്കണം. നമ്മുടെ അടുത്ത ജനറേഷനിലെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് രാധാറാണിയുടെയും ഈ കൃഷ്ണൻ്റെയും കഥകൾ, അതെന്ന് പറയുന്നത് നമ്മുടെ ഭാഗവതത്തിലൊന്നും അധികം രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും കഥകളില്ല. രാധാറാണിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനിത് വൃന്ദാവനത്തിൽ നിന്നും അത് എനിക്ക് ശരിക്കും ഈ ബുക്കിൻ്റെ കാര്യം തന്നത് സുസ്ഥിക പാർവതി ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയിൽ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 2 ബുക്കുകളാണുള്ളത്. അപ്പം ഞാനിത് വൃന്ദാവനത്തിൽ നിന്നും വരുത്തിയതാണ്. അപ്പോൾ ആ ബുക്കിലെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് എനിക്കറിയാവുന്ന രീതിയിലാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭഗവാനും രാധാറാണി അമ്മയും ഒക്കെ ക്ഷമിക്കട്ടെ, പിന്നെ നിങ്ങളും ഒക്കെ ക്ഷമിക്കുക ഇതിൽ. കാരണം ആ ബുക്കിനെ ആധാരമാക്കിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. കാരണം രാധാറാണി അമ്മയും രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും പ്രണയവും എന്ന് പറയുന്നത് അത് ശരിക്കും വളരെ എന്ന് വെച്ചാൽ അവരുടെ ആ വിരഹത്തിലാണ് ആ ഒരു പ്രണയം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഭാഗവതത്തിലൊന്നും അത് കാരണം എന്തെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറയുന്നത് മനുഷ്യന് വിരക്തി ഉണ്ടാകാനുള്ള ഒരു പുസ്തകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഈ ഭാഗവത കഥകൾ കേട്ട് നമുക്ക് വിരക്തി ഉണ്ടാകണം. ഭൗതിക സുഖങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ മാറ്റി ആത്മീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ രാധാറാണിയുടെയും കണ്ണൻ്റെയും കഥകളൊന്നും ഉൾപ്പെടുത്താത്തത്. കാരണം രാധാറാണിയുടെയും കണ്ണനും എന്ന് പറയുന്ന അവർ പ്രണയഭക്തിയാണ്, ആ പ്രണയമാണ് അവർക്കിടയിൽ. എന്ന് വെച്ചാൽ അങ്ങ് എന്താ പറയുക, ഒരു പ്രാണനും 2 ശരീരവും, ആത്മാർത്ഥവും അതിതീവ്രവുമായ പ്രണയമാണ്. അപ്പോൾ ആ പ്രണയത്തിൽ ശൃംഗാരം ഉണ്ടാകും, രതി ഉണ്ടാകും, ഇല്ലേ, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വിരക്തിക്ക് വേണ്ടി ഭാഗവതം വായിക്കുന്ന ആൾക്ക് രാധാറാണിയുടെയും കണ്ണൻ്റെയും കഥകൾ വായിക്കാൻ തുടങ്ങി അവർക്ക് വീണ്ടും ആ ഒരു ഭൗതിക സുഖങ്ങളിലേക്ക്, അതായത് ആ പ്രണയം എന്നൊക്കെ പറയുന്ന ഭൗതികമായ ഒരു ഇതാണല്ലോ, നമ്മളെ ഭൗതികമായ കാര്യങ്ങളിലേക്ക് അല്ലേ മനസ്സിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ വ്യാസമുനി രാധാറാണിയുടെയും കണ്ണൻ്റെയൊക്കെ പ്രണയം അതിൽ ഉൾപ്പെടുത്താതെ പോയത്. എന്ത് തന്നെ ആയാലും ഈ ബുക്കിൽ കുറേ കഥകളുണ്ട്, രാധാറാണിയുടെയും കണ്ണൻ്റെയും കഥകൾ. അപ്പോൾ ആ കഥകൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും മെച്ചപ്പെടാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വളരെ സഭ്യമായ ഭാഷയിൽ പറയണം കേട്ടോ. ചിലർ വന്നിട്ട് മോശമായ കമൻറ്റുകളൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ കേൾക്കണ്ട, അത്രയേ ഉള്ളൂ. നമുക്കിഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പം നിങ്ങൾ കേൾക്കുന്നെന്നറിയുമ്പോഴാണ് ഒരാളെങ്കിലും നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നെന്നറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിന്നെയും ഈ കഥകളൊക്കെ പറയാനായിട്ട് നമുക്കൊരു എന്താണ് ഒരു അതെ എനിക്ക് എൻ്റെ ഈ കഥ കേൾക്കാനും 2 പേരുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. അപ്പോൾ കണ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹം എല്ലാ ഗോപികോപന്മാർക്കും ഉണ്ടാകട്ടെ. കാരണം രാധാറാണിയുടെ കഥകളൊക്കെ കേൾക്കാൻ അത്രത്തോളം പുണ്യം ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ രാധാറാണിയുടെ ഭക്തരായാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ കൃഷ്ണൻ ആ ഭക്തന്മാരുടെ ദാസന്മാരായി തീരുമെന്നാണ്. അപ്പോൾ അങ്ങനെ അത്ര വേഗം രാധാറാണിയുടെ ഭക്തരാവാൻ ആർക്കും കഴിയത്തില്ല. ഇനി ഭക്തരായി കഴിഞ്ഞാലോ ഭഗവാൻ കൃഷ്ണൻ്റെയും അനുഗ്രഹം, കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹം രാധാഭക്തർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഗോപികോപന്മാർക്കും കണ്ണൻ്റെയും രാധാറാണിയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും രാധാറാണിയെക്കുറിച്ചും കണ്ണനെക്കുറിച്ചും ഒക്കെ ഉള്ള കഥകൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കാരണം നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് അടുത്ത ജനറേഷനിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി മറ്റൊരു കഥയായിട്ട് ഞാൻ വരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നിർത്തുന്നു.